ടി.സി. രാജേഷ് അദ്ദേഹം പരിസ്ഥിതി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്, സാമൂഹിക നിരീക്ഷകനുമാണ്. ശ്രീ ടി.സി. രാജേഷ്, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ഈ ഘട്ടത്തിൽ റെയിൽവേ ആരൊക്കെ എന്തു പറഞ്ഞാലും കേരളത്തിൽ പ്രതിക്കൂട്ടിലാണ്. ഈ രക്തത്തിന് മാത്രമല്ല, നമ്മുടെ നാട് അതിൻ്റെ നെടുകെയുള്ള ഒരു രേഖയിൽ മുഴുവൻ മലിനീകരണം നടത്തുന്ന ഒരു സ്ഥാപനമായി ഇത് മാറിയിരിക്കുന്നു. അത് ഇപ്പോഴും അത് നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിലെ ഒരു സ്ഥാപനമാണെങ്കിൽ പോലും അതിൻ്റെ രൂപീകരണ കാലം മുതലുള്ള അതിൻ്റെ കൊളോണിയൽ രീതികളിൽ അഭിരമിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. നമുക്കറിയാം, ആ ഉദ്യോഗസ്ഥ ധാർഷ്ട്യത്തോടു കൂടിയാണ് ഇവിടുത്തെ ജനപ്രതിനിധി സഭകളെ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാലിന്യം ഉണ്ടാക്കൽ ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളത് ചെയ്യും. അതിനെതിരെ നടപടിയെടുത്ത നമ്മുടെ മുൻ മേയർ പ്രശാന്തിനെതിരെ കേസിന് പോയവരാണ് ഇന്ത്യൻ റെയിൽവേ. അത്തരത്തിലുള്ള ധാർഷ്ട്യം അവർക്കുണ്ട്. ഈ ഘട്ടത്തിൽ താങ്കൾക്കൊരു സാമൂഹ്യ നിരീക്ഷകൻ എന്നതിലേക്ക്, ഈ ചർച്ചയിലേക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? എവിടെയാണ് പിശക്? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഈ മാലിന്യ നിർമ്മാർജ്ജന പരിപാടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് റെഡ്യൂസ്. നമ്മൾ ഈ മാലിന്യം ഉണ്ടാകുന്നതിൻ്റെ അളവ് കുറയ്ക്കുക, റീയൂസ്, പിന്നെ റീസൈക്കിൾ എന്നതാണ്. മൂന്നാമത് മാത്രമാണ് റീസൈക്കിൾ എന്ന് പറയുന്ന ഒരു ഘടകം വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മുൻപിൽ ഈ മാലിന്യ സംസ്കരണത്തിലെ ഏറ്റവും വലിയ കീറാമുട്ടിയും ഇത് തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തി ഒരിടത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം സൗകര്യം. ഇത് തരംതിരിക്കുക അല്ലെങ്കിൽ കൂട്ടിക്കലർത്താതിരിക്കുക എന്ന് നമ്മൾ പറയുന്നത് ഇവർ അംഗീകരിക്കില്ല. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച്, ഇന്ത്യൻ റെയിൽവേ ഇപ്പോഴല്ല ഇത്തരത്തിലുള്ള ഒരു മാലിന്യ വാഹനമായിട്ട് മാറിയിരിക്കുന്നത്. പണ്ട് തൊട്ട് തന്നെ റെയിൽവേയിൽ ഇതുണ്ട്. പക്ഷേ ഇപ്പോൾ റെയിൽവേ കുറേയൊക്കെ മെച്ചപ്പെട്ടത് മനുഷ്യവിസർജ്യത്തിൻ്റെ കാര്യത്തിലാണ്. അത് പണ്ട് പാളങ്ങളിലേക്ക് തന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബയോ ടോയ്ലറ്റുകൾ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വ്യത്യാസം വന്നു. പക്ഷേ ഈ ഖരമാലിന്യ സംസ്കരണത്തിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ എന്തുകൊണ്ടോ റെയിൽവേ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ തീവണ്ടികൾ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ അറിയാം, അതിനകത്ത് ധാരാളം ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, കൊണ്ടുവന്ന് കഴിക്കുന്നവരുണ്ട്, മേടിച്ച് കഴിക്കുന്നവരുണ്ട്. ഇവരുടെ എല്ലാം മാലിന്യം, ഇവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം വരുന്ന അവശിഷ്ടങ്ങൾ ഒരിടത്തും സെഗ്രിഗേറ്റ് ചെയ്തല്ല പുറത്തേക്ക് തള്ളുന്നത്. ഇത് ട്രെയിനിനകത്ത് വെച്ചിരിക്കുന്ന ഒരു കൂടയ്ക്കകത്തേക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചുകൊണ്ട് ഇടുകയാണ് ചെയ്യുന്നത്. അവസാനം ഈ കറുത്ത കൂട ചുട്ടിക്കെട്ടി ട്രെയിൻ എത്തുന്നിടത്ത് എവിടെയെങ്കിലും ഒരിടത്ത് നിക്ഷേപിക്കും. അതിനുശേഷം ഈ മാലിന്യം സംസ്കരിക്കണമെങ്കിൽ ഈ കൂട പൊട്ടിച്ച് ഇതിനകത്തു നിന്നുള്ള ജൈവമാലിന്യവും അജൈവമാലിന്യവും വേർതിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സുണ്ട്. ഇത്തരത്തിൽ കൂട്ടിക്കലർത്തപ്പെട്ട മാലിന്യത്തിൽ നിന്ന് അത്തരത്തിൽ ഇത് വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ റെയിൽവേ പോലുള്ളൊരു സ്ഥാപനത്തിന് അവർക്ക് പ്രതിദിനം ടൺ കണക്കിന് മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് റെയിൽവേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കൂട്ടിക്കലർത്തി വരുന്ന മാലിന്യം വീണ്ടും സെഗ്രിഗേറ്റ് ചെയ്ത് നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചെയ്യാൻ തയ്യാറായി എന്ന് വരില്ല. അതാണിപ്പോൾ നമ്മൾ ഈ കൊച്ചുവേളിയിൽ ഉൾപ്പെടെ പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ 2020 ഇപ്പം മനോജ് പറഞ്ഞ പോലെ ഞങ്ങൾ 2014 അവസാനമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഈ ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ 2020 ഒരു ഘട്ടത്തിൽ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ മാലിന്യം കൂടിക്കിടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എടുത്ത ചില ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. അവിടെ ഒരു ഇൻസിനറേറ്റർ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇൻസിനറേറ്ററിൽ കത്തിച്ചാൽ തീരുന്ന മാലിന്യം അല്ല അവിടെ ഉള്ളത്. മാത്രമല്ല ഈ ഇൻസിനറേറ്റർ വയ്ക്കുക എന്ന് പറയുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുള്ള ഒരു മാർഗ്ഗമല്ല. ജൈവമാലിന്യങ്ങൾ കമ്പോസ്റ്റ് ആക്കുക എന്ന് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. റെയിൽവേ ആ പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ? അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് അത് കൊടുക്കേണ്ടത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയിലേക്കാണ്. അതിവർ ചെയ്യുന്നുണ്ടോ? പകരം ഇവർ ചെയ്യുന്നത് എന്താണ്? ഇവർ പല ആളുകൾക്കായിട്ട് ഈ ജോലി വേർതിരിച്ചു കൊടുത്തിരിക്കുകയാണ്. കരാറെടുത്തവരെന്തോരും ചെയ്യും? അവരത് മോണിറ്റർ ചെയ്യുന്നില്ല എന്നത് തന്നെയാണ് ജോയിയുടെ മരണം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. കാരണം ഈ ആമേഴഞ്ചാൻ തോടിലെ മാലിന്യം വൃത്തിയാക്കാനോ വൃത്തിയാക്കലിൻ്റെ സാധ്യത പരിശോധിക്കാനോ ഇറങ്ങിയ ജോയിക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ മോണിറ്റർ ചെയ്തോ? മോണിറ്റർ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നല്ലോ. അപ്പോൾ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ജോയിയുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഇത് മോണിറ്റർ ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർ, അവരുടെ വീഴ്ചയ്ക്ക് റെയിൽവേ അവർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. ജോയിക്കൊരു നഷ്ടപരിഹാരം കൊടുത്തില്ല എന്നതിലുപരി തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ളൊരു നടപടി റെയിൽവേ കൈക്കൊണ്ടിട്ടുണ്ടോ?
ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് റെയിൽവേയുടേത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലും ഇതേ രീതിയിൽ തന്നെ ഉള്ള ഒരു മുമ്പോട്ട് പോക്കായിരിക്കും റെയിൽവേ ചെയ്യുന്നത്. ഇത് റെയിൽവേ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ളതായതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയപരമായിട്ട് കാണണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇന്ന് തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും കോർപ്പറേഷൻ്റെ നേരെയാണ് സമരം ചെയ്തത്. അതിലെല്ലാം ഒരു റെയിൽവേയുടെ ഇക്കാര്യത്തിലുള്ള ചില വീഴ്ചകളുണ്ട്. ഇതിപ്പോൾ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കോർപ്പറേഷൻ കൊടുക്കുന്ന നോട്ടീസിനെ ഇവർ അവഗണിച്ചു എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻ ഇവിടെ കുടിവെള്ള വിതരണം, ശുദ്ധജലം ജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സിസ്റ്റത്തിനെതിരെ കോടതിയിൽ പോയ ഒരു വിഭാഗം ടാങ്കർ ലോറി ലോബികൾക്ക് സഹായകമായ രീതിയിൽ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി കൊടുത്ത വകുപ്പാണ് ഈ റെയിൽവേ എന്ന് പറയുന്നത്. അതായത് ഈ തിരുവനന്തപുരം നഗരപരിധിക്കുള്ളിൽ കുടിവെള്ളം വിതരണം ചെയ്യണമെങ്കിൽ ജല അതോറിറ്റിയുടേതേ പറ്റുള്ളൂ. അതിന് ടാങ്കർ ലോറികളെ കോർപ്പറേഷൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊരു സിസ്റ്റമുണ്ട്, അതിൻ്റെ കീഴിലേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിനെതിരെ അത് പൊളിക്കാൻ വേണ്ടി ടാങ്കർ ലോറിക്കാർ കോടതിയിൽ പോകുന്നു. കോടതി പിന്നീട് അവർക്കെതിരെ വന്ന് കോർപ്പറേഷൻ അനുകൂലമായിട്ടാണ് വിധി വന്നത്. എങ്കിൽ പോലും ഇവരപ്പോൾ റെയിൽവേ കൊടുത്ത ഒരു കത്താണ് ഇവർ കോടതിയിൽ സമർപ്പിച്ചത്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് കോർപ്പറേഷൻ ഈ സിസ്റ്റം കൊണ്ടുവന്നുകൊണ്ട് റെയിൽവേക്ക് ആവശ്യമായ വെള്ളം കിട്ടുന്നില്ല, പല തീവണ്ടികളും ഈ ഒരു കാരണത്താൽ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടാൻ വൈകുന്നു എന്നവർ ഒരു ഉളുപ്പുമില്ലാതെ എഴുതി വെച്ചൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. ആ അത്തരത്തിലൊരു ഡോക്യുമെൻ്റ് ഒരു ഉദ്യോഗസ്ഥര് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കോർപ്പറേഷൻ അത് അറിയിച്ചിട്ടില്ല. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കോൾ സെൻ്റർ മോണിറ്റർ ചെയ്യാനുണ്ട്. അവരൊന്നും അറിഞ്ഞിട്ടില്ല. പകരം ഇതാരും അറിയാതെ ഇത് കൊടുക്കുക. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇനിയാണെങ്കിലും ഇപ്പം തന്നെ ഈ മാലിന്യം സംസ്കരിക്കുക ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. അവിടെ കൂടിക്കിടക്കുന്ന മാലിന്യം റെയിൽവേയെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മനോജിനൊക്കെ അത് കൃത്യമായിട്ട് അറിയും. ഇതിനുള്ള പല സിസ്റ്റങ്ങളുണ്ട്. ഇത് കൂട്ടിയിട്ട് കത്തിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിന് പുറത്ത് ഇതൊക്കെ നടക്കും. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇത് എവിടെ കൊണ്ടുപോയി തള്ളുന്നു, കത്തിക്കുകയാണോ കുഴിച്ചിടുകയാണോ, ഇതൊന്നും നമുക്ക് നോക്കേണ്ട യാതൊരു കാര്യമല്ല. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ നമ്മളിതിന് കൃത്യമായിട്ടൊരു നയം ഉണ്ടാക്കിയിട്ടുണ്ട്. 2015 മുതൽ നമ്മൾ ആ നയം പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഉറവിടത്തിൽ തന്നെ മാലിന്യം, ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുക, മാലിന്യങ്ങൾ വേർതിരിച്ച് ഈ പറയുന്ന പോലെ ഏറ്റെടുക്കുന്ന ഏജൻസികൾ ഉൾപ്പെടെയുള്ളവർക്ക് കൈമാറുക തുടങ്ങിയ കാര്യങ്ങളാണ്. കോർപ്പറേഷൻ പോലും അത്തരത്തിലൊരു ഏജൻസിയെ വയ്ക്കുന്നത് അവരെങ്ങോട്ടാണ് ഈ മാലിന്യം കൊണ്ടുപോകുന്നതെന്ന് കൃത്യമായിട്ടും പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ്. ആ ഏജൻസികളൊന്നുമല്ല റെയിൽവേയിലെ മാലിന്യം കൊണ്ടുപോകുന്ന ഏജൻസികൾ.